പ്രണയം എന്ന് പറയുന്നത് അതൊരു വേർഡ് മാത്രം ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഐ ഹാവ് ഡിഫറൻസസ് ടു ഇറ്റ്. ബിക്കോസ് ഞാൻ കാണുന്ന അതിനെ ആ വാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലവ് എന്ന് പറയുന്ന ആ വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതൊരു സമ്പൂർണമായ കമ്മ്യൂണിക്കേഷനിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മുല്ലശ്ശേരി ബേബിജിയുടെയും രാജുവേട്ടന്റെയും ബന്ധം എന്ന് പറയുന്നത് 20 years ബെഡ്റിഡനായി കിടക്കുന്ന ഒരാളുമായി ഷീ വാസ് കംപ്ലീറ്റ്ലി ഇൻ കമ്മ്യൂണിക്കേഷൻ എവറി ടൈം. ആ കട്ടിലിന്റെ തുമ്പത്ത് ചെന്നിരുന്ന് വഴക്ക് കൂടാനും പരിഭവം പറയാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് ആ ബന്ധത്തിന്, വിച്ച് ഇസ് നോ മീൻ ടാസ്ക്. ആ ടാസ്ക് ആയിട്ട് എടുക്കരുത്, ശരിയാണ്. പക്ഷെ ടാസ്കിൽ അത് ഓർഗാനിക് ആയിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇപ്പം ഫോർ ദാറ്റ് മാറ്റർ ഇപ്പം അവര് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്റെ അച്ഛനും അമ്മയും they have been together for 50 years. അവര് തമ്മിലേക്ക് രസകരമായ മറ്റൊരു കമ്മ്യൂണിറ്റി, അങ്ങനെ എത്രയോ അച്ഛനമ്മമാർ, എത്രയോ ഈ പറയുന്ന ലവേഴ്സ് നമുക്ക് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ട്രാൻഷ്യന്റ് ആയിട്ടുള്ള പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ് പലപ്പോഴും ഇത്. നമുക്കൊരു വർഷമൊക്കെ ഇത് വളരെ ഒരു റിഗറസ് പാഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രണയങ്ങളുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാൻ ടൈമാണ് പ്രണയം എന്ന് പറയുന്നത്. വി ഹാവ് ടു ബി ഇൻ ലവ് ഫോർ എ ബിഗർ പീരീഡ്. ഒരു ഇൻഫിനിറ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പീരീഡ് ബ്യൂട്ടിഫുൾ അല്ലേ ഇവരെല്ലാം. മേ ബി യുവർ ഫാദർ ആൻഡ് മദർ, മേ ബി സുമേഷിന്റെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ സുമേഷിന്റെ ബ്രദറും സിസ്റ്ററും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് വിച്ച് സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഈ ടൈമിനെ അതിജീവിക്കാൻ കഴിയുക, സമയത്തിനെ, ബോറടിയെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളെ അതിജീവിച്ച് വീണ്ടും ഇഫ് യു ക്യാൻ bring in that soulful communication even in your final days, that's beautiful. അത് എനിക്ക് 50 years ഒക്കെ ഒരുമിച്ച് ജീവിച്ച ആനിവേഴ്സറി ഒക്കെ ആക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ. മറ്റേതുണ്ട്, വളരെ തീവ്രമായ പ്രണയങ്ങളുണ്ട് which fizzles out in 6 months അല്ലേ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊരു സിനിമ ഉണ്ട്, ഞാൻ ഒരു അസമീസ് പടമാണെന്നാണ് തോന്നുന്നത്, കണ്ടു. ആ പടം അപ്പൊ അത് ആലോചിച്ചപ്പോ ഇത് നമ്മുടെ എഴുതണ പോലത്തെ ഒരു പരിപാടിയല്ലേ. പക്ഷെ എനിക്കതിലെ വയലൻസ് ഞാൻ എഴുതില്ല, എനിക്കത്. പക്ഷെ അത് വയലൻസ് അല്ല, അതായത് ബ്യൂട്ടി അതാണ്. അത് ഈ പറയുന്ന അവരുടെ ബ്രെയിൻ വയറാവുന്നത് ആ ഒരു ഇഷ്ടത്തിലാണ്. അത് മാത്രമല്ല, അതിനെ വേറൊരർത്ഥത്തിൽ നോക്കുമ്പോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അമിസ് അറിയില്ലായിരിക്കും, ഞാൻ നീ മാത്രം സംസാരിക്കുന്ന ഒരു കാര്യം ഇത് മാറും. അമിസ് ഒരു മെയിൻ സ്ട്രീം ആസാമീസ് പടമാണ്. അതിന്റെ OTT പ്ലാറ്റ്ഫോം എനിക്കറിയില്ല, പക്ഷെ അത് ഗംഭീരാണ്. ആൻഡ് കുറെ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. യു കൻ ചെക്ക്. വെരി സിംപ്ലി ടോൾഡ് അല്ലേ. നമ്മള് അവരുടെ ഒക്കെ ഫസ്റ്റത്തെ പടാണ് പെട്ട ആക്ടേഴ്സിന്റെ ഒക്കെ ഒരുവിധ എല്ലാ ആക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം. ഇത്രയും വലിയ മിടുക്കന്മാരിരിക്കുമ്പോ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി വളരെ കംഫർട്ടബിളി എൻസ്കോൺസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് നോ റൂം ഫോർ കംപ്ലൈൻറ്റ്സ്, വി ഹാവ് നോ റൂംസ് ഫോർ നമുക്കൊരു ആർഗ്യുമെന്റ് ഓവർ വാട്ട് ദിസ് നേച്ചർ ഹാസ് ഗിവൺ യു കണ്ടന്റ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാജുചേട്ടനും ബേബി ചേച്ചിയായിരുന്നു ബ്യൂട്ടിഫുളിന്റെ ഇൻസ്പിറേഷൻ, അവരുടെ ഒരു ബോണ്ട് ആയിരുന്നു പലതും. അത് അതിൽ ഒരെണ്ണം അതായിരുന്നു ഉറപ്പായിട്ടും. ഇവർ ആദ്യം കാണുന്നത് എപ്പോഴാ അത് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോ നമ്മൾ കുറച്ചു നേരം അവര് നിൽക്കൂല മനസ്സിൽ. ഇതിലെ രസം വെച്ച് ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത് രഞ്ജേട്ടൻ വഴിയാണ്. രഞ്ജേട്ടനും ഗിരീഷേട്ടനും പുത്തഞ്ചേരി, അവര് വഴിയാണ് ഞാൻ ബേബിയെ പരിചയപ്പെടുന്നത്. അന്ന് രാജുവേട്ടൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് ആ രാജുവേട്ടൻ കിടന്നിന്റെ കട്ടിലും അതൊരു ഭയങ്കര മോട്ടിഫാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെറ്റഫർ. ഉറപ്പായിട്ടും അത്. സോ ഐ സ്റ്റാർട്ടഡ്. ഇപ്പം ഞാൻ എവിടെയായാലും ഐ എം മഗ്ഗിങ് ആഫ്റ്റർ സ്റ്റോറീസ്. എനിക്ക് ഇഷ്ടമാണ് ഈ ആൾക്കാരുടെ കഥകൾ കേൾക്കാനും. ഞാൻ പാവാട ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും പൃഥ്വിയും കൂടെ സ്ഥിരമായി ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ ക്യാരവാനിൽ ഇരിക്കുമ്പം വേണുചേട്ടനും മണിയമ്പിൾ രാജേട്ടനും വരും. നെടുമുടി വേണു, മണിയമ്പിൾ രാജേട്ടനും. ഞങ്ങളൊരു 7 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ 10:30-11 മണി അതിനകത്തിരുന്ന് കഥകൾ കേൾക്കും. ഇവരുടെ പഴയ വളരെ വേർഡൻ്റ് ആയിട്ടുള്ള മലയാള സിനിമയുടെ ഈ പറയുന്ന ഏറ്റവും ശാദ്വല കാലഘട്ടത്തിലെ കഥകൾ. അതുപോലെ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ബേബിയേച്ചി പറയുന്നത്, രഞ്ജേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതും, ബേബിയേച്ചിയുടെ മോളുണ്ട് നാണിയും അനൂപുണ്ട്, നിരഞ്ജനയുടെ അമ്മയച്ഛനും. അപ്പൊ അവര് പറയുന്ന കഥകളും. സോ ഇറ്റ് വാസ് ഒരു കൺഫ്ലുവൻസ് ഓഫ് സോ മെനി സ്റ്റോറീസ്.
അതിൽ നിന്നാണ് എനിക്കത് കിട്ടുന്നത്. ഞാൻ ഫോർ ദാറ്റ് മാറ്റർ ഐ ടെൽ യു നോട്ട് ഓൺലി ദാറ്റ് ലവ് സ്റ്റോറി, ദർ ആർ കൗണ്ട്ലെസ് അതർ ലവ് സ്റ്റോറീസ് വിച്ച് ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട്. പീപ്പിൾ യു ഡോണ്ട് നോ. ഇപ്പം ബേബി ചിടയും ഒക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ, എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിലൊക്കെയുള്ള ഒരുപാട് പേര്. അവരുടെ രസമുള്ള കാര്യമാണ്. ഞാൻ ദർ ഇസ് വൺ അതർ കപ്പിൾ, താമ്പിച്ചാച്ചൻ ഗീരമ്മായി എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയുള്ള, അവർ 2 മക്കളും അമേരിക്കയിലും ബാംഗ്ലൂരും ഒക്കെയാണ്. അവരൊരു വലിയ വീടിൻ്റെ അകത്ത് നമ്മൾ ഈ മറ്റേ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സിനിമ അതുപോലത്തെ ഒരു വീടാണ്. അതിനകത്ത് പാമ്പുകളുണ്ട്, മറ്റേ പല പല ഇഴജന്തുക്കളുണ്ട്. അവരെയൊക്കെ ഒരു കോ എക്സിസ്റ്റൻസിൽ ഇവർ രണ്ടുപേരും കൊണ്ടുപോകുന്ന ഇതുണ്ട്. സഖാവ് മൂർഖൻ എന്നൊക്കെ വിളിച്ചിട്ട് മേ ബി അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ തമ്പിച്ചാച്ചൻ ഇസ് വൺ, ഇനി ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്കൊരു ക്യാരക്ടറൊക്കെ ആക്കണമെന്ന് തോന്നിയ ആളാണ് പുള്ളി. നന്നായിട്ട് പഴയ ജിം റീവ്സിന്റെ ഒക്കെ പാട്ടുകൾ പാടും, വിന്റേജ് ഇംഗ്ലീഷ് സോങ്സ്. സോ അവര് മറ്റൊരു അത്തരം കപ്പിളാണ്. സോ മെനി. രഞ്ജേട്ടനായിട്ടുള്ളൊരു അസോസിയേഷൻ അതെടുത്ത് പറയേണ്ട ഒന്നാണ് ലൈഫിൽ. ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് അനൂപേട്ടൻ അങ്ങോട്ട് പറയുമായിരുന്നു ഈ തിരക്കഥ വായിച്ചിട്ട്, ഇത് പല കാലഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് തമിഴിൽ നിന്ന് വിക്രത്തിനെയൊക്കെ ആലോചിച്ചാലോ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ട്രൂ ആണോ? അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെയല്ല. കഥ എങ്ങനെയാന്ന് വെച്ചാല് ഞാനും ജ്യോതിർമയും കൂടെ ചെയ്യേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ആക്ച്വലി രഞ്ജേട്ടൻ ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. അതിന് സുബേർക്ക, നമ്മുടെ വർണ്ണയത്ര മഹാസുബേർ വന്ന് കഥ കേട്ടിട്ട് നിങ്ങളെന്തിന് ഷോർട്ട് ഫിലിം ആക്കുന്നത്, നിങ്ങൾ സിനിമയായിക്കൂടെ? സിനിമയാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനെന്ന് പറയുന്ന ഒരു നോൺ എൻറ്റിറ്റിയാണ് സിനിമയിൽ. അന്ന് നമ്മളെ മറിച്ചൊന്നൊരു പടമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റിയിട്ട് പൃഥ്വിയും പ്രിയാമണിയുമായി. അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ എന്നിട്ട് ഐ വാസ് സപ്പോസ് ടു ഡു അക്ബർ അഹമ്മദിന്റെ ക്യാരക്ടർ, ആ ഡയറക്ടർ. അങ്ങനെ ആയത്. അങ്ങനെ ഞങ്ങള് തിരക്കഥ ഇങ്ങനെ എഴുതുന്നു. പിന്നെ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതുന്നു. എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്, അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഞാൻ എഴുതിയെടുക്കുന്നത് ഞാനാണ്. അത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര നല്ല മഴയത്ത് രഞ്ജേട്ടന്റെ പഴയ വില്ലയിലാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരു സിനിമാറ്റിക് ഐക്കോണാണ് രഞ്ജേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബ്ലിസ്ഫുൾ സെറിമണി. അപ്പം അതിന്റെ ഒരു പോയിന്റ് എത്തിയപ്പം രാജു വിളിച്ചു പറഞ്ഞു, അവന് രാവൺ എന്ന് പറഞ്ഞ പടം വന്നു മണിരത്ത് തന്നെ. അപ്പൊ അവന് ബൾക്ക് ഡേറ്റ്സ് അങ്ങോട്ട് കൊടുക്കണം, ഇതാ പറ്റത്തില്ല. അങ്ങനെ രാജുവിന് പകരം ആര് എന്നുള്ള ചിന്തകൾ വന്നു. അങ്ങനെ അതിനകത്ത് മാധവൻ, അജിത്ത്, തമിഴിൽ നിന്നൊരു ഒരുപാട് പേര്. അപ്പൊ ഞങ്ങള് കോർഡിനേറ്റ് ചെയ്യുന്നു. ശങ്കർ അവരെ വിളിക്കുന്നു, പപ്പേട്ടനുണ്ട്, അദ്ദേഹം വിളിക്കുന്നു. ഷേബാസ് അവൻ ഇടയ്ക്ക് വരും, അവൻ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഷേബാസിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പം ആരും അങ്ങോട്ട് ശരിയാവുന്നില്ല. മാധവന് ഡേറ്റ് ഇല്ല, മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് ഡേറ്റ് ഇല്ല, ആർക്കും ഇല്ല. പിന്നെ മലയാളത്തിനും ആരെയൊക്കെയോ നോക്കി, അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം അതൊരു ഈസി റോൾ അല്ലല്ലോ. 26 to 55 എല്ലാ ഏജും ചെയ്യേണ്ടതാണ്. അങ്ങനെ എഗൈൻ ഒരു വലിയ മഴയത്ത് ഷേബാസ് അമ്മനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പം പപ്പേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു, എന്റെ വണ്ടിയാണ്. അപ്പം പപ്പേട്ടൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ബാക്കിൽ ഷേബാസ് അമ്മന് രഞ്ജേട്ടനും. അപ്പൊ പപ്പേട്ടനെ ആരെയോ ഒരാൾ വിളിച്ച്, ഇവിടുത്തെ ഏതോ നടനെയാണ്. അപ്പൊ വിളിച്ചിട്ട്, രഞ്ജി അയാൾ നടക്കില്ല കേട്ടോ, അയാളിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഇയാളെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മുടെ മറ്റൊരു നടന്റെ പേരെന്തോ പറയുമ്പോൾ രഞ്ജേട്ടൻ ബാക്കിൽ എന്ന് പറഞ്ഞു, അജയചന്ദ്രൻ ചെയ്യുന്നയാളാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. ദാറ്റ് വാസ് എ മൊമെന്റ്. Such halcyon moments. കയ്യിന്ന് പോ അങ്ങനെ അതൊരു എന്താ പറയാ, again it's an orgasmic pleasure. So it was a moment. അത് നമ്മൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനത്തെ നമുക്ക് എന്താ പറയാ, നമ്മളൊരു മാർക്ഡ് ആയിട്ടുള്ള പല ലാൻഡ് മാർക്ക് മൊമെന്റ്സ് ഉണ്ടാവില്ലേ. ഇറ്റ് വാസ് വൺ സച്ച്. അങ്ങനെ പറയുമ്പോൾ ഇത്തരം മൊമെന്റ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. ആരൊക്കെ കൂടെ, ഷേബാസ് അമ്മൻ ബാക്കില്, മഴ, ഈ അപ്പുറത്ത് കണ്ണു കാണാൻ പറ്റാത്ത ഒരു റോഡ്, അങ്ങനെയൊക്കെയുള്ള ആ ഫ്ലാഷസ് ആണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് വിത്ത് എവറിബഡീസ് ലൈഫ്. രഞ്ജിതേട്ടൻ എന്നുള്ള ഗുരു, മാർഗദർശി, എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു ട്രാവൽ? രഞ്ജിയേട്ടനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് സീൻസ് വർക്ക് ചെയ്യുന്ന തിരക്കഥാകൃത്ത്. ഒരു സീനിൽ നിന്നും അദ്ദേഹം മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരു ട്രഫും
ക്രസ്റ്റും ഒക്കെ വേണം ഒരു ഇതിന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെ ഒരു ഫിലിമിന്റെ ഗ്രാഫ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്നതും അതൊരു ഭയങ്കര അസിമുലേഷൻ ആയിരുന്നു. അദ്ദേഹം ഡയലോഗ്സ് എഴുതുന്ന രീതി, ഒരു ഡ്രാമാറ്റിക് ഡയലോഗിനെ എങ്ങനെ ലെസ് ഡ്രാമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യിക്കാം, അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ബേസിക് പാഠങ്ങൾ പഠിച്ച രഞ്ജേട്ടനാണ്. പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ രഞ്ജേട്ടൻ എന്ന് പറയുന്നത് നത്തിങ് ഷോർട്ട് ഓഫ് എ ലയൺ, ദ വേ ഹി വാക്ക്ഡ്. നമ്മുടെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് എൻറ്റൈസ് ചെയ്യിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു 2003 to 2010 അത്രയും കാലം ഏകദേശം എപ്പോഴും ടച്ചിലുണ്ടായിരുന്നത്? അങ്ങനെ ഇല്ല, അതൊരു അബദ്ധധാരണയാണ്. അത് അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അനുപമൻ വരുന്നത് രഞ്ജിത്ത് സ്കൂളിൽ നിന്നാണ്, അതായത് രഞ്ജിത്താണ് അനുപമനെ എല്ലാം പഠിപ്പിച്ചു വിട്ടത്. അല്ല, അത് ചിലപ്പോ ആയിരിക്കാം. പക്ഷെ ഞാൻ രഞ്ജിത്തിനോട്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങള് ഇൻ ടച്ച് ആണ്. എനിക്ക് തോന്നുന്നു 2006 ഞാൻ രഞ്ജേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ വർഷം തന്നെയാണ് റോക്ക് ആൻഡ് റോൾ ചെയ്യുന്നത്. റോക്ക് ആൻഡ് റോളിന് മുന്നേ കയ്യൊപ്പ് ചെയ്തു, കയ്യൊപ്പിന് ശേഷം റോക്ക് ആൻഡ് റോൾ, സെയിം അതേ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞ് 2008 തിരക്കഥ വരുന്നു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2000 കോക്ടെയിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2022 വരെ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ഫിലിംസ്. അപ്പൊ രഞ്ജേട്ടനൊക്കെ മാസത്തിലൊരിക്കൽ വിളിച്ചാലായി, രഞ്ജേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാലായി, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ടച്ച്. ശങ്കറായിരുന്നു രഞ്ജേട്ടന്റെ കൂടെ ഫുൾ ഓൺ ഉണ്ടായിരുന്നു. ആഫ്റ്റർ മേ ബി തിരക്കഥ ഐ ഡിഡ്ന്റ് ഹാവ് അങ്ങനെ ഒരു 12-14 ഇയേഴ്സ് രഞ്ജേട്ടനോട് അങ്ങനത്തെ ഒരു ഇൻ ടച്ച് ഒന്നും ആയിരുന്നില്ല. ദോ ഇറ്റ് വാസ് വെരി കോർഡിയൽ ആൻഡ് ഐ റെസ്പെക്റ്റഡ് ഹിം, ലവ്ഡ് ഹിം സോ മച്ച്. നമ്മൾ അങ്ങനെ ഒരു ഇൻ ടച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു ആ പീരീഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വാസ് ഓൾസോ ബിസി, ഐ വാസ് ഓൾസോ ബിസി വിത്ത് മൈ ഫിലിംസ്. സോ യാ. ഈ തിരക്കഥയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തോറ്റു നിൽക്കുന്നവനാണ് നീ, എനിക്ക് നീ തുടരണമെങ്കിൽ വിജയങ്ങൾ വേണം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എനിക്കൊന്ന് അന്ന് മംഗളത്തിലൊക്കെ കൊടുത്ത ഒരു റിട്ടേൺ ഇന്റർവ്യൂല് അനുപമൻ പറഞ്ഞിട്ട് ആ വരികൾ ശരിക്കും അത് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പിന്നെ അപ്പൊ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിൽക്കുന്ന ജീവിത സാഹചര്യം കൊണ്ട് സത്യമായിരുന്നു അത് ആ ടൈം. പിന്നെ ഉറപ്പായിട്ടും, കാരണം വെച്ചാൽ ഞാന് ഫസ്റ്റ് പടം പൊട്ടി പണ്ടാറടങ്ങിപ്പോയില്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പടം കമ്മിറ്റ് ചെയ്ത് ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഐ വാസ് ഹോട്ട് പ്രോപ്പർട്ടി. എനിക്ക് 8 ചെക്കോളം എന്റെ കയ്യിൽ, ഇവിടുത്തെ മേജർ ഫിലിം മേക്കേഴ്സിന്റെ. കാരണം മെനൻ സാർ അങ്ങനെയാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത്.